നിങ്ങൾ വാർലി ആർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നറിയോ? മഹാരാഷ്ട്രയിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചൊരു കലയാണ് കേട്ടോ വാർലി പെയിൻറ്റിങ്. ഇന്ന് നമ്മൾ ക്യാൻവാസിലും പെയിൻറ്റും ബ്രഷും ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്ന പോലെയല്ല. അന്ന് അവർ അരി അരച്ച് ബാംബൂ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ അവരുടെ ക്യാൻവാസ് അവരുടെ കേവ്സും മഡ് വാൾസും ഒക്കെയാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് അവരിതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഫുഡ് വേണ്ടാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡ്രസ് കളക്ഷൻസ് പോരാന്ന് പറയുമ്പോൾ, നമ്മുടെ പാരൻസ് പറയണ ഒരു ഡയലോഗില്ലേ, നിനക്കൊക്കെ ഇന്നിപ്പോൾ ഇങ്ങനെ ലാവിഷായി കിട്ടണതുകൊണ്ടാണ് നിനക്ക് വില അറിയാത്തതെന്നൊക്കെ. അത് തന്നെയാണ് ഈ ട്രഡീഷണൽ പെയിൻറ്റിങ്സിൻ്റെ ബാക്ക് സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുള്ളത്. യൂസ് ചെയ്ത് ഇല്ലാത്തതിന് ചേർക്കാനും നടക്കാൻ പോകുന്നതിന് വീഴ്ചയിൽ കാണാനും ഒക്കെ കഴിയുന്ന ഈ കാലത്ത് പോലെ അല്ലല്ലോ അന്ന്. അന്നത്തെ അവരുടെ ജീവിത രീതി അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ അവർക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവരുടെ സോഷ്യൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആയിട്ടുള്ള ഫാമിങ്ങും ഫിഷിങ്ങും ഫെസ്റ്റിവൽസും മാരേജസും ഒക്കെ അവർ പെയിൻറ്റിങ്ങിലൂടെ പോർട്രേ ചെയ്തത്. പിന്നെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, കൂടുതലും ഇതിൽ ജോമെട്രിക്കൽ ഷേപ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സർക്കിൾ സണ്ണിനെയും മൂണിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് ദ മൗണ്ടെയിൻസ്. ഇപ്പോൾ തന്നെ വാർലി ആർട്ടും നേച്ചറും തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആസ് എൻ ആർട്ട് ഫോം ആൻഡ് ആസ് എ ഫാഷൻ ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വേൾഡ് ഓഫ് ആർട്ടിൽ ഇത് എത്ര വലിയ അസറ്റാണെന്ന് ഊഹിക്കാമല്ലോ. ഈ ട്രഡീഷണൽ എന്ന വാക്കിന് എപ്പോഴും കിട്ടുന്ന ഒരു വാല്യൂ ഇല്ലേ, ആ വാല്യൂവിന് കാരണം അതിൻ്റെ ഒറിജിനൽ പിന്നിലുള്ള അവരുടെ എഫേർട്സ് ആണ് കേട്ടോ. ആൻഡ് ദ ഫാഷൻ വേൾഡ് റിസർവ്സ് എ ഹ്യൂജ് സ്പേസ് ഫോർ ട്രഡീഷണൽ തിങ്സ്. ദാറ്റ്സ് വൈ ഫാഷൻ സ്റ്റുഡൻസ് സ്റ്റഡി അബൌട്ട് സച്ച് ട്രഡീഷണൽ പെയിൻറ്റിങ്സ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ പിന്നിലുള്ള എൻ്റെ എഫേർട്സ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.